നമ്മൾ ഇപ്പോൾ കാണുന്നത് അറബിയിൽ എഴുതിയിട്ടുള്ള ഒരു ബൈബിളാണ്. മൂസ നബിയുടെ ഹിസ്റ്ററിയും ഈജിപ്തും തമ്മിൽ ഒത്തിരി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു ലൈബ്രറിയിൽ ഈ ഒരു തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം ഉണ്ട് എന്നുള്ളത് ഹെരോദ് രാജാവ് കുഞ്ഞുങ്ങളെ വധിക്കാൻ ഉത്തരവിറക്കിയതറിഞ്ഞ് ജോസഫും മറിയവും കുഞ്ഞു യേശുവായിട്ട് ഈജിപ്തിലേക്കാണ് പലായനം ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഏകദേശം 3 മാസത്തോളം അവര് താമസിച്ച ഒരു ചെറിയ വീടാണിത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രോസ്തെറ്റിക് സർജറി, അതായത് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പണ്ടേ അവര് ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഈജിപ്തിലെ നമ്മുടെ 3ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫറോവയുടെ മമ്മി സ്ഥിതി ചെയ്യുന്ന ഈജിപ്ഷ്യൻ നാഷണൽ മ്യൂസിയത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. കൂടാതെ യേശുക്രിസ്തു താമസിച്ചിരുന്നു എന്ന് പറയുന്ന ഓൾഡ് കൈറോയിലെ കുറച്ച് ഭാഗങ്ങളും നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾഡ് കൈറോയിൽ നമ്മൾ ആദ്യം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സീറ്റാഡൽ ആണ്. അത്യാവശ്യം ഒരു ഹാഫ് ഡേ തന്നെ നടന്ന് കാണാനുള്ളതുണ്ട് ഈ ഒരു സീറ്റാഡൽ. അപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇലക്ട്രിക് വണ്ടികൾ അവൈലബിൾ ആണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിരുന്ന അലക്സാണ്ട്രിയയിലും നമ്മളൊരു സീറ്റാഡൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീറ്റാഡൽ എന്ന് പറഞ്ഞാൽ ഫോർട്ട്, അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നും പണ്ട് കാലത്ത് രക്ഷ നേടാൻ ഉപയോഗിക്കുന്ന ആ ഒരു വലിയ മതിൽക്കെട്ടുകളാണ്. ഈ ഒരു സീറ്റാഡലിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് കാണാനുള്ളത് നമ്മളിപ്പോൾ കാണുന്ന മുഹമ്മദ് അലി മോസ്ക് ആണ്. കൂടാതെ ഈജിപ്ഷ്യൻ പോലീസ് മ്യൂസിയവും ആർമി മ്യൂസിയവും ഈ ഒരു സീറ്റാഡലിനകത്താണ് ഉള്ളത്. നമ്മുടെ താജ്മഹലൊക്കെ പോലെ ഈ ഒരു പള്ളിയും നിർമ്മിച്ചിട്ടുള്ളത് വൈറ്റ് മാർബിളാണ്. പക്ഷെ കാലപ്പഴക്കം കാരണം ആ ഒരു വൈറ്റ് മാർബിളിന്റെ കളറുകളൊക്കെ മാറാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒത്തിരി ഭാഗങ്ങളൊക്കെ നശിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മോസ്കിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്തിന് നടുവിൽ നല്ല ഒരു ഏരിയ കാണാൻ പറ്റും. അത് ശരിക്കും നമ്മൾ നിസ്കാരത്തിന് മുന്നേ നമുക്ക് ശുദ്ധിയാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ്. അതുപോലെ ഈ ഒരു പള്ളിക്ക് നമ്മുടെ തുർക്കി അല്ലെങ്കിൽ ഇസ്താംബുൾ വീഡിയോയിൽ കണ്ട പോലെ ആ ഒരു പള്ളികളുമായിട്ട് ഒത്തിരി സാമ്യങ്ങളുണ്ട്. കാരണം ഒട്ടോമാൻ എംപയറിന്റെ കാലത്താണ് ഈ ഒരു പള്ളിയും നിർമ്മിച്ചിട്ടുള്ളത്. അറബ്സ് ഈജിപ്ത് പിടിച്ചടക്കിയതിന് ശേഷമാണ് ഈ ഒരു സീറ്റാഡേൽ നിർമ്മിക്കുന്നത്. ഇതിന് സലാദീൻ സീറ്റാഡേൽ എന്നും പറയുന്നുണ്ട്. കാരണം അദ്ദേഹമാണ് ഈ ഒരു സീറ്റാഡേൽ നിർമ്മിച്ചിട്ടുള്ളത്. കൈറോ സിറ്റിയുടെ നല്ലൊരു പനോരമ വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു സീറ്റാഡേൽ. ഇവിടെ നിന്നാൽ നമുക്ക് ഓൾഡ് കൈറോയും ന്യൂ കൈറോ സിറ്റിയുടെ കുറച്ച് ഭാഗവും കാണാം. ശരിക്കും ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് നൈൽ നദിയാണ്. പക്ഷെ ഈ ഒരു ബിൽഡിങ്ങുകൾ കാരണം നമുക്ക് നൈൽ നദി കാണാൻ പറ്റില്ല. അതുപോലെ ഇന്ന് കുറച്ചൊരു ഫോഗി ആയിട്ടുള്ള ഒരു വെതറാണ്. നല്ല ക്ലിയർ സ്കൈ ഉള്ള ഫോഗി അല്ലാത്ത വെതർ ആണെങ്കിൽ നമുക്ക് ഗിസയിലെ പിരമിഡും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് വേറൊരു പള്ളി കൂടിയുണ്ട്, സുൽത്താൻ അൽ നാസിർ മുഹമ്മദ് മോസ്ക്. അതിനകത്തൊരു പ്രത്യേക തരം ക്ലോക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഗൈഡ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നല്ല രസമുള്ള ഒത്തിരി തൂണുകളുള്ള നല്ല പഴക്കം തോന്നിക്കുന്ന ഒരു പള്ളി. അവിടുത്തെ ക്ലോക്ക് അവർ കാണിച്ചു തരാന്ന് പറയുന്ന ഒരു ക്ലോക്ക്, അത് ശരിക്കും ഒരു ക്ലോക്ക് അല്ല. പണ്ട് കാലത്ത് സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ അവർ ഉപയോഗിച്ചൊരു സംഭവമാണ്. ഒരു ഹോള്, അതിൽ നമ്മളൊരു കോല് വെക്കുകയാണെങ്കിൽ അതിന്റെ നിഴലിനനുസരിച്ച് നമുക്ക് സമയം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. വളരെ റെയർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അത്. നമ്മൾ ഈ ഒരു സീറ്റാഡേലില് 2 മ്യൂസിയം ആണുള്ളത്, പോലീസ് മ്യൂസിയവും ആർമി മ്യൂസിയവും. അത് രണ്ടും നമ്മൾ കവർ ചെയ്തില്ല. പകരം മുഹമ്മദ് അലി മോസ്കും പിന്നെ ഈ ഒരു മോസ്കും നമ്മൾ കവർ ചെയ്തു. പിന്നെ സിറ്റിയുടെ പനോരമാറ്റിക് വ്യൂ കണ്ട് ഏകദേശം 1.5-2 മണിക്കൂറാണ് നമ്മൾ ഇതിനകത്ത് എടുത്തത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഈ ഒരു ട്രിപ്പിൽ തന്നെ നമ്മുടെ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ടായിട്ടുള്ള ഈജിപ്ഷ്യൻ നാഷണൽ മ്യൂസിയം കാണാനാണ്. ഈജിപ്തിലെ മ്യൂസിയംസിന്റെ എണ്ണം എടുക്കുവാണെങ്കിൽ ഒത്തിരി മ്യൂസിയംസ് ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് കൺഫ്യൂഷൻ വന്നത് ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ പോകണോ അതോ നാഷണൽ മ്യൂസിയത്തിൽ പോകണോ എന്നായിരുന്നു. നമ്മുടെ ഈജിപ്ത് ട്രാവലിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഒന്ന് പിരമിഡ് കാണുക, അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫറോവയുടെ മമ്മി കാണുക എന്ന് പറയുന്നത്. റോയൽ മമ്മീസ് എല്ലാം തന്നെ ഇപ്പോഴും നാഷണൽ മ്യൂസിയത്തിലാണ്. ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം എന്ന് പറയുന്നത് പുതിയ മ്യൂസിയം ആണ്.
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ ഒന്നാണ്. പക്ഷെ അവിടെ റോയൽ മമ്മീസ് ഒന്നും തന്നെ ഇല്ല. റോയൽ മമ്മീസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ നാഷണൽ മ്യൂസിയത്തിലേക്ക് തന്നെ വരണം. നാഷണൽ മ്യൂസിയത്തിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഒരു നോർമൽ ഹ്യൂമൻ ബോഡി സ്കെൽട്ടൺ ആണ്. നമ്മളെ പോലെ ഹൈറ്റ് ഒക്കെ വരുന്ന ഒരു നോർമൽ സ്കെൽട്ടൺ. എന്നാൽ അവർ പറയുന്നത് ഈ ഒരു സ്കെൽട്ടണ് 35,000 വർഷം പഴക്കമുണ്ട് എന്നാണ്. അതായത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെറ്റാണ് എന്നാണ് അവർ പറയുന്നത്. ശരിക്കും ഈജിപ്തിൽ കാണുന്ന പല കാര്യങ്ങളും ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ഈ ഒരു മ്യൂസിയത്തിൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ കേട്ടിട്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കാതെ കാണാൻ പറ്റും. ഓരോ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒരു പേഴ്സണൽ ഗൈഡ് ഉണ്ട്. അപ്പൊ അവർ നമുക്കറിയാത്ത കാര്യങ്ങളും അതിന്റെ ഹിസ്റ്ററിയൊക്കെ ആഡ് ചെയ്ത് പറഞ്ഞു തരുന്നത് കൊണ്ട് തന്നെ ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ ഒരു മ്യൂസിയം ബോറടിക്കാതെ മുഴുവൻ കാണുന്നത്. നമ്മുടെ ഈജിപ്തിലെ രണ്ടാമത്തെ വീഡിയോ, അതായത് അലക്സാണ്ട്രിയയിലെ കാഴ്ചകളിൽ നമ്മൾ അവിടുത്തെ ലൈബ്രറി കത്തിപ്പോയതും അത് നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു നഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഒന്നാമത്തെ കാരണം ഈജിപ്ഷ്യൻസ് മെഡിക്കലി ഒത്തിരി മുമ്പിലായിരുന്നു. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രോസ്തെറ്റിക് സർജറി, അതായത് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പണ്ടേ അവർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു പ്രോസ്തെറ്റിക് ബോഡി പാർട്ട്. അത് അവർ അന്ന് എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയും അവരവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്നത് അറബിയിൽ എഴുതിയിട്ടുള്ള ഒരു ബൈബിളാണ്. ഈ ഒരു ലൈബ്രറിയിൽ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അലക്സാണ്ട്രിയൻ ലൈബ്രറിയിൽ കണ്ട അതേ സംഭവമാണ്. കാബ കവർ ചെയ്യുന്ന ആ ഒരു ബ്ലാക്ക് ക്ലോത്തിന്റെ ഡോർ അത് ഡിസൈൻ ചെയ്യുന്നത് ഈജിപ്ഷ്യൻസ് ആണ്. അപ്പൊ അതിന്റെ മറ്റൊരു ഒറിജിനൽ വേർഷൻ ആണ് ഇവിടെയുള്ളത്. ഇനി ഞാനൊരു ചെറിയ കഥ പറയാം. മുസ്ലിങ്ങളുടെ അവസാന പ്രവാചകനായ മുഹമ്മദ് നബിക്ക് അള്ളാഹു നേരിട്ട് കൊടുത്തയച്ച ഗ്രന്ഥമാണ് ഖുറാൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഇതിനു മുന്നേയുള്ള പല പ്രവാചകർക്കും ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് മൂസ നബിക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം. ശരിക്കും നമ്മൾ മദ്രസിലൊക്കെ ഈ ഒരു കഥ ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കഥ റിയൽ ആണെന്ന് ഞാൻ അറിയുന്നത് ഇവിടെ വന്നപ്പോഴാണ്. കാരണം മൂസ നബിയുടെ ഹിസ്റ്ററിയും ഈജിപ്തും തമ്മിൽ ഒത്തിരി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു ലൈബ്രറിയിൽ ഈ ഒരു തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം ഉണ്ട് എന്നുള്ളത് ശരിക്കും നമ്മളത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. അതിൽ മെയിൻ ആയിട്ടുള്ള മറ്റൊരു കഥയാണ് മൂസ നബി ഈ ഒരു ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം വിട്ടു പോകാൻ നോക്കുകയും ഫറോവോ അവരെ പിന്തുടരുകയും എന്നാൽ അള്ളാഹു നൈൽ നദി മുറിച്ചു കടക്കാൻ വേണ്ടി അവർക്ക് വഴിയൊരുക്കുകയും ചെയ്തു എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ വന്നപ്പം ഗൈഡ് നമ്മളോട് പറയുന്നത് നൈൽ നദി എന്ന് പറയുന്നത് കൈറോ സിറ്റിയുടെ സെൻട്രലിലൂടെ പോകുന്ന ഒരു നദിയാണ്. അപ്പോൾ ഒരിക്കലും നൈൽ നദി മുറിച്ചു കടന്നുകൊണ്ട് അവർക്ക് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം വിട്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുടെ ഒരു ഹിസ്റ്ററി അനുസരിച്ച് മൂസ നബിയും കൂട്ടരും ഡെഡ് സീ ആണ് ഈ ഒരു രീതിയിൽ മുറിച്ചു കടന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു വെള്ളത്തിലാണ് ഫറോവ മുങ്ങി മരിക്കുന്നത്. എന്നാൽ ഈ കഥയൊന്നും 100% ശരിയാണ് എന്ന് പറയുന്ന തെളിവുകളൊന്നും ആരുടെ കയ്യിലും ഇല്ല. എല്ലാവരുടെ കഥകളും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ റോയൽ മമ്മീസ് ഹാളിലേക്ക് ഇപ്പം ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ അവർ അലൗ ചെയ്യുന്നില്ല. കാരണം അത് ഒത്തിരി കോൺട്രവേഴ്സീസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഏകദേശം 20 റോയൽ മമ്മീസ് ആണ് ഉള്ളത്. 18 ആണുങ്ങളും 2 പെണ്ണുങ്ങളുടെയാണ് ഉള്ളത്. നമുക്ക് ഇതുവരെ ആർക്കിയോളജിക്കലി കിട്ടിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റാംസീസ് രണ്ടാമനാണ് ഈ പറയുന്ന ഫറോവോ എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് അവർ വീണ്ടും ഗൈഡ് എടുത്ത് പറയുന്ന ഒരു കാര്യം, ഇത് 100% ശരിയാണ് എന്ന് പറയുന്ന തെളിവുകളൊന്നും ആരുടെ കയ്യിലും ഇല്ല എന്നാണ്. അവർക്കും ആ ഒരു കോൺട്രവേഴ്സീസ് ഒക്കെ ഒഴിവാക്കാൻ തന്നെയാണ് താല്പര്യം. ഏകദേശം 2:30 മണിയായപ്പോഴേക്ക് നമ്മൾ നാഷണൽ മ്യൂസിയം കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പുറത്തിറങ്ങി ലഞ്ചൊക്കെ കഴിച്ച് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കോപ്റ്റിക് കൈറോയിലേക്കാണ്. നമ്മൾ കോപ്റ്റിക് കൈറോയിൽ കാണാൻ പോകുന്നത് അറേബ്യൻസ് പിടിച്ചടക്കുന്നതിന് മുന്നേയുള്ള കൈറോ സിറ്റിയുടെ വിശേഷങ്ങളാണ്. അതായത് ക്രിസ്ത്യാനിറ്റി മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ആ ഒരു കാലം. അപ്പൊ ഈ ഒരു കോപ്റ്റിക് കൈറോയിൽ മെയിൻ ആയിട്ട് ചർച്ചുകളാണ് നമുക്ക് കാണാനുള്ളത്. അതും 4th സെഞ്ചുറിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റും എപ്പോഴും നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ള ഒരു സർഫസിൽ നിന്ന് മിനിമം 2 മീറ്റർ താഴ്ചയിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ എല്ലാം കാണുന്നത്. ഹെരോദ് രാജാവ് കുഞ്ഞുങ്ങളെ വധിക്കാൻ ഉത്തരവിറക്കിയതറിഞ്ഞ് ജോസഫും മറിയവും കുഞ്ഞു യേശുവായിട്ട് ഈജിപ്തിലേക്കാണ് പലായനം ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഏകദേശം 3 മാസത്തോളം അവർ താമസിച്ച ഒരു ചെറിയ വീടാണിത്. ഇന്ന് ഇതൊരു ചർച്ചാണ്. അവിടെ ആ ഒരു താമസിച്ച ഏരിയ അത്യാവശ്യം നല്ല അടിയിലോട്ടാണ്. അപ്പോൾ അവർ യൂസ് ചെയ്ത് ചെറിയൊരു കിണർ, അവർ താമസിച്ച റൂം, കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കാണുന്നത്. ആ ഒരു ചർച്ചിന് പുറത്തായിട്ട് തന്നെ അവർ പലായനം ചെയ്ത റൂട്ട് മാപ്പ്, അവർ ഏതൊക്കെ വഴിയാണ് സഞ്ചരിച്ചത് എന്നുള്ള അതും അവർ വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോപ്റ്റിക് കൈറോയിൽ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഹാങ്ങിങ് ചർച്ചാണ്. 3-ാം നൂറ്റാണ്ടിലേത് എന്ന് കരുതപ്പെടുന്ന ഈജിപ്തിലെ ഏറ്റവും പഴക്കം ചെന്ന ചർച്ചുകളിൽ ഒന്നാണിത്. ഈ ഒരു ചർച്ച് നിർമ്മിച്ചിട്ടുള്ളത് ഒരു റോമൻ കോട്ടയുടെ മുകളിലായിട്ടാണ്. അതായത് നമ്മുടെ നോർമൽ തറ നിരപ്പിൽ നിന്നും ഏകദേശം ഒരു ഹാങ് ചെയ്ത് പോലെ ഒരു ഡിസൈനിലാണ് ഈ ഒരു ചർച്ച് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഹാങ്ങിങ് ചർച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ചർച്ചിന്റെ പല ഭാഗങ്ങളിലായിട്ട് മൊസൈക്കിൽ തീർത്ത യേശു ക്രിസ്തുവിന്റെ പല ചിത്രങ്ങളും നമുക്ക് കാണാൻ പറ്റും. ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായമായിട്ടാണ് ഈ ഒരു സ്റ്റോറീസ് ഒക്കെ റിലേറ്റ് ആവുന്നത്. അതിന് കാരണം ഈ ഒരു ഏരിയയുടെ ഹിസ്റ്ററിയും പറയുന്നത് ആ ഒരു ഭാഗം തന്നെയാണ്. അങ്ങനെ ഡേ ടൈം ഓൾഡ് കൈറോയിലെ വിശേഷങ്ങളൊക്കെ കണ്ട് ഈവനിങ് നമ്മൾ ഡൗൺ ടൗണിൽ ഷോപ്പിങ്ങിന് ഇറങ്ങി. കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പായിട്ട് ഒരു ഷോപ്പിങ്ങിന് പറ്റിയ അടിപൊളി ലൊക്കേഷനാണ് ഡൗൺ ടൗണ്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ആക്ടിവിറ്റി നൈൽ ഡിന്നർ ക്രൂസ് ആണ്. കൈറോ ഒക്കെ വിസിറ്റ് ചെയ്യുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആക്ടിവിറ്റിയാണ് ഡിന്നർ ക്രൂസ്. ഡിന്നർ മാത്രമല്ല, ഡേ ടൈമിലും ഈ ഒരു ക്രൂസ് ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്തത് ഡിന്നർ ക്രൂസ് ആണ്. 8:30 തൊട്ട് രാത്രി 11 മണി വരെയാണ്. വയറ് നിറയെ ഫുഡും കഴിക്കാം. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒത്തിരി പ്രോഗ്രാംസും നമുക്ക് കാണാൻ പറ്റും. യൂറോപ്പിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒരുപോലെ സിമ്പിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ഈജിപ്ത്. നമ്മൾ ഈ ഒരു ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂറോപ്പിൽ നിന്നാണ്. നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഈജിപ്ത്യൻ വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ ടൂറിസ്റ്റ് ഗൈഡിന്റെ നമ്മുടെ ഫുൾ ഐറ്റിനറി വെച്ചൊരു ലെറ്റർ ആവശ്യമാണ്. അങ്ങനെ നമ്മൾ 3 പേരടങ്ങുന്ന ഈ ഒരു ഫാമിലിക്ക് മൊത്തം ട്രാവൽ ഗൈഡും ഫുൾ എക്സ്പെൻസ് വന്നിട്ടുള്ളത് 3000 യൂറോ ആണ്. എന്നാൽ ആ ഒരു പൈസയ്ക്ക് വെർത്തായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് കൈറോ എന്ന് പറയുന്നത്. ഈജിപ്തിലെ നമ്മുടെ 3-ാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ ദിവസം നമ്മൾ കവർ ചെയ്തത് ഗിസ ഏരിയയും പിരമിഡുകളുമാണ്. 2-ാമത്തെ ദിവസം നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് കൈറോ സിറ്റിയിൽ നിന്നും ഒരു ദിവസം കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്ത് കാണാൻ പറ്റുന്ന അലക്സാണ്ട്രിയ സിറ്റിയുടെ കാഴ്ചകളാണ്. കൂടാതെ ഇന്നത്തെ വീഡിയോയും. അപ്പോൾ എല്ലാവരും ചാനൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മൊത്തം കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.